നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ളയുമായുള്ള വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം ഇസ്രയേലിൽ നിന്നും കാര്യമായ ആക്രമണം ലെബനനിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ഇസ്രയേൽ ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ശക്തമായ തീമഴ പെയ്യിക്കുകയാണ് ഇസ്രയേൽ. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബെയ്റൂട്ടിൽ ഇസ്രായേൽ ബോംബാക്രമണം പതിച്ചത്. ഹിസ്ബുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്നു എന്ന സംശയങ്ങളാണ് ഇതിന് പിന്നിൽ. നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി ആയിരക്കണക്കിന് ഡ്രോണുകൾ നിർമ്മിക്കാൻ ഹിസ്ബുള്ള ശ്രമിക്കുന്നുണ്ടെന്നും ഇതിന് ഇറാനിലെ ഗ്രൂപ്പുകളുടെ സഹായം ലഭിച്ചുവെന്നുമാണ് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ 127ാം യൂണിറ്റ് ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നും IDF അവകാശപ്പെട്ടു. ഹിസ്ബുള്ള ഇറാനെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് തുടക്കത്തിലേ ഇല്ലാതാക്കാനാണ് നടപടിയെന്നാണ് അവരുടെ അവകാശവാദം. ബെയ്റൂട്ടിലെ UV ഫാക്ടറികൾ ഇസ്രായേലിനും ലെബനനും തമ്മിലുള്ള ധാരണകളുടെ ലംഘനമാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഇസ്രായേൽ രാജ്യത്തിനും അതിന്റെ സിവിലിയന്മാർക്കും നേരെ ഉയർത്തുന്ന എല്ലാ ഭീഷണികൾക്കെതിരെയും IDF പ്രവർത്തിക്കും. കൂടാതെ ഹിസ്ബുള്ള തീവ്രവാദ സംഘടന പുനഃസ്ഥാപിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തടയുമെന്നും അവർ വ്യക്തമാക്കി. ഇസ്രായേൽ ബെയ്റൂട്ടിൽ നടത്തുന്ന ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. രാത്രി നടന്ന ആക്രമണം ഇസ്രായേലിൽ തീമഴ പെയ്യിക്കുന്നതാണ്. ആക്രമണം നടത്തുന്ന സ്ഥലത്ത് നിന്നും ഒഴിഞ്ഞു പോകാൻ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയ ശേഷമാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം. ബെയ്റൂട്ടിലെ ദഹിയയിലാണ് ആക്രമണം നടത്തിയത് എന്നാണ് IDF അവകാശപ്പെടുന്നത്. ആക്രമണം നടക്കുന്നതിന് മുൻപായി തന്നെ പ്രദേശത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞുപോയി. ആക്രമണം ഭീതി വിതച്ചതോടുകൂടി നാട്ടുകാരും കടുത്ത സമ്മർദ്ദത്തിലാണ്. അതേസമയം വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ ലെബനനെ ആക്രമിച്ചതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ചു. വെടിനിർത്തൽ ലംഘനം ഉണ്ടായത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുമാണ്, അത് അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും ഒരു യുദ്ധത്തിന് സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ ഗാസയിൽ ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് ലെബനനുമായി സംഘർഷം കനക്കുന്നത്. തെക്കൻ ലെബനനിലെ 2 പട്ടണങ്ങളിൽ ഇസ്രായേൽ പീരങ്കി ആക്രമണം അടക്കം നടത്തി. 14 മാസം നീണ്ടുനിന്ന ഇസ്രായേൽ ഹിസ്ബുള്ള ഏറ്റുമുട്ടലുകൾക്ക് താൽക്കാലിക വിരാമമിട്ട് കഴിഞ്ഞ നവംബറിലാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത്. ലെബനന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയ ജനങ്ങൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടുകൂടി വീടുകളിലേക്ക് മടങ്ങിയിരുന്നു. ദക്ഷിണ ലെബനനിൽ ആയുധങ്ങൾ അടക്കമുള്ള ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഉണ്ടാകരുതെന്നും ഇസ്രായേലി സൈന്യം അതിർത്തിയിൽ നിന്ന് പിന്മാറണമെന്നുമായിരുന്നു വെടിനിർത്തലിലെ ധാരണ. എന്നാൽ ലെബനൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതാണ് തിരിച്ചടിക്ക് ഇസ്രായേലിനെ പ്രേരിപ്പിച്ചത്. അതേസമയം അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ സർക്കാരിന്റെ തുടക്കത്തിൽ അടയും ചക്കരയുമായിരുന്ന പ്രസിഡന്റ് ട്രംപും വ്യവസായിയുമായ ഇലോൺ മസ്കും തമ്മിൽ അടിച്ചു പിരിഞ്ഞിരിക്കുകയാണ്. ഡോജിന്റെ തലപ്പത്ത് നിന്നും മസ്ക് സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇരുവരും തമ്മിൽ വാക്കുതർക്കം മുറുകുകയാണ്. ഇരുവരും തമ്മിൽ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങിയതോടുകൂടി കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് US സർക്കാരിന്റെ കരാറുകളും സബ്സിഡികളും നൽകുന്നത് നിർത്തലാക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവ് വർദ്ധിപ്പിക്കുവാനും പ്രാദേശിക നികുതികൾ കുറയ്ക്കുവാൻ ലക്ഷ്യമാക്കി അവതരിപ്പിച്ച നികുതി നിയമത്തെ ചൊല്ലി ഇരുവരും തമ്മിലുള്ള ബന്ധം വഷളായതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. നമ്മുടെ ബജറ്റിൽ കോടിക്കണക്കിന് ഡോളർ ലാഭിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല എളുപ്പ വഴി മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ നൽകുന്ന കരാറുകളും സബ്സിഡികളും അവസാനിപ്പിക്കുകയാണ് എന്നാണ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. ഇലോൺ മസ്കിന്റെ കമ്പനികൾക്ക് സർക്കാർ സബ്സിഡികൾ, നികുതി ഇളവുകൾ എന്നിവ വഴി ലഭിച്ചത് $38 മില്യൺ. ഇത് നിർത്തലാക്കുന്നതാണ് ട്രംപിന്റെ ഭീഷണി. മസ്കുമായി ഉണ്ടായിരുന്ന നല്ല ബന്ധം ഇനി തുടരുമോ എന്ന് സംശയമാണെന്നും മസ്കിൽ താൻ നിരാശനാണെന്നും വൈറ്റ് ഹൌസിൽ നിന്ന് പിരിയാൻ നിർദ്ദേശിച്ചു എന്നുമാണ് ട്രംപ് നിലവിൽ പറയുന്നത്. നേരത്തെ ട്രംപ് ഭരണകൂടത്തിലെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി എന്ന സ്ഥാനത്ത് നിന്ന് എലോൺ മസ്ക് പടിയിറങ്ങിയിരുന്നു. ട്രംപിന്റെ ഉന്നത ഉപദേഷ്ടാവ് എന്ന സ്ഥാനത്ത് നിന്നാണ് പുറത്തുപോയത്. കാര്യക്ഷമതാ വകുപ്പിലെ പ്രത്യേക സർക്കാർ ജീവനക്കാർ എന്ന നിലയിലുള്ള തന്റെ കാലാവധി അവസാനിക്കുമ്പോൾ പ്രസിഡന്റ് ട്രംപിന് നന്ദി എന്നാണ് മസ്ക് സമൂഹ മാധ്യമമായ Xൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇരുവരും തമ്മിലുള്ള രൂക്ഷമായ പ്രശ്നം ലോകം ചർച്ച ചെയ്തിരിക്കുകയാണ്. ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ ഷെഡ്യൂൾ ചെയ്ത സമയം അവസാനിക്കുമ്പോൾ ചെലവുകൾ കുറയ്ക്കാൻ അവസരം നൽകിയത് പ്രസിഡന്റിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡോജ് മിഷൻ കാലക്രമേണ ശക്തിപ്പെടും, അത് സർക്കാരിന്റെ രീതിയായി മാറുമെന്നും മസ്ക് Xൽ കുറിച്ചു. ട്രംപിനെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് മസ്കിന്റെ പടിയിറക്കമെന്ന് കൂടി ശ്രദ്ധേയമാണ്. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾക്കായുള്ള ചെലവുകൾ കുത്തനെ കൂട്ടാനും ആഭ്യന്തര നികുതികൾ കുറയ്ക്കുവാനും ലക്ഷ്യമിട്ടുള്ള ബില്ലാണ് ട്രംപ് കൊണ്ടുവന്നത്. എന്നാൽ സർക്കാരിന്റെ അധിക ചെലവ് നിയന്ത്രിക്കാൻ ആവിഷ്കരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡെവലപ്മെന്റ് എഫിഷ്യൻസിയുടെ പ്രവർത്തന ലക്ഷ്യത്തെ തന്നെ തകർക്കുന്നത് എന്നാണ് ട്രംപിന്റെ പുതിയ ബില്ലെന്ന് മസ്ക് ആഞ്ഞടിച്ചു.